3 ദിവസം കൊണ്ട് ചിത്രീകരിച്ച് സിനിമ ലോകരാജ്യങ്ങളിൽ ഹിറ്റായതിന്റെ ത്രില്ലിലാണ് കൊല്ലങ്കോട് സ്വദേശിയായ അരുൺ രാജ്. സിനിമയെക്കുറിച്ച് ആർക്ക് കീഴിലും പഠിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അരുൺ രാജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആമസോൺ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ഏജസ് ഓഫ് ലവ് എന്ന ചലച്ചിത്രം 3 ദിവസം കൊണ്ട് ഒറ്റ ക്യാമറയിൽ 2.5 മണിക്കൂറിലധികം ചിത്രീകരിച്ച് പൂർത്തിയാക്കി. ഇംഗ്ലണ്ടിലെ ആമസോൺ പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിച്ച സിനിമയെ മലയാളികളും അല്ലാത്തവരും ഏറ്റെടുത്തു. 3 ഭാഗങ്ങളുള്ള ഏജസ് ഓഫ് ലവിന്റെ ആദ്യ ഭാഗം ഓഗസ്റ്റിൽ ഇന്ത്യയിൽ ആമസോണിൽ തന്നെ റിലീസാവും. സാമൂഹിക വ്യക്തിജീവിതവുമായി ഇഴചേർന്നു നിൽക്കുന്ന സിനിമയുടെ കഥയും തിരക്കഥയും ചിത്രീകരണവും സ്വന്തം മനസ്സിൽ രൂപപ്പെടുത്തിയതാണ്. ചിത്രത്തിലെ ഓരോ സന്ദർഭങ്ങളും വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രമുഖ താരനിരയില്ലാത്ത ഏജസ് ഓഫ് ലവ് വിജയം കണ്ടത്. പാലക്കാടിന്റെ പരിസര പ്രദേശങ്ങളിൽ ചിത്രീകരിച്ച ചിത്രത്തിന്റെ അടുത്ത ഭാഗ ചിത്രീകരണം ഉടൻ ആരംഭിക്കുമെന്നും അരുൺ രാജ് പറഞ്ഞു. മൊത്തം ഇപ്പൊ ആക്ച്വലി 72 മിനിറ്റ് ഉണ്ട് പടം. 72 മിനിറ്റ് ഉണ്ട്. അതായത് തിയേറ്റർ റിലീസ് ചെയ്യണമെങ്കിൽ 72 മിനിറ്റ് ആണ് നമ്മുടെ ഇന്ത്യയിൽ തിയേറ്റർ റിലീസ് ചെയ്യണമെങ്കിൽ. പക്ഷേ ആമസോണിനും ഫെസ്റ്റിവലിനും 60 മിനിറ്റ് മതി. ഇപ്പൊ ഞാൻ തിയേറ്റർ റിലീസ് ചെയ്യണമെങ്കിൽ എനിക്ക് നമ്മുടെ ബ്ലൂബർ മതി. അതായത് നമ്മൾ സർട്ടിഫിക്കറ്റ് എടുക്കണമെങ്കിൽ തിയേറ്റർ സർട്ടിഫിക്കറ്റ് എടുക്കണമെങ്കിൽ ബ്ലൂബർ ചെയ്താൽ മതി. അത് ഞാൻ ഓൾറെഡി വിളിച്ചു ചോദിച്ചാണ്. തിയേറ്റർ ഇല്ല. ഇപ്പൊ ഓൾറെഡി ആമസോൺ റിലീസായി. ആമസോൺ യു കെ റിലീസായി ഇമോഷണൽ അല്ല, ഇന്ത്യയിലെ ഓഗസ്റ്റ് റിലീസ്. അത് കാലതാമസത്തിനല്ല, ആക്ച്വലി നമ്മള് ഡിസ്ട്രിബ്യൂട്ടർ അവിടെയാണ്. അപ്പോ ഇന്ത്യയിൽ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ചെറിയ എമൗണ്ട് കൊടുക്കണം, ഇന്ത്യക്ക് മാത്രം, മറ്റേ ഏജന്റിന് കൊടുക്കണം. അപ്പൊ ഏജന്റ് കൊടുക്കുന്ന കാര്യം ഇപ്പോ ആദ്യം അവിടുത്തെ റെസ്പോൺസ് കിട്ടട്ടെ. കാരണം മലയാളികളും അവിടെ കണ്ടു കഴിഞ്ഞു, ഇന്റർനാഷണൽ ഓഡിയൻസ് കണ്ടു കഴിഞ്ഞു. So they are give the response. So ഇനി നമ്മുടെ ഇന്ത്യൻസ് നമുക്ക് ഇനി റെസ്പോൺസ് നമുക്ക് വെയിറ്റ് ചെയ്യാം. സംഗീത സംവിധായകൻ ഋതുൻ ഫെർണാണ്ടസ്, പ്രൊഡക്ഷൻ കൺട്രോളർ മഹേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.